നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു അവിയൽപൂർവ്വ അപ്ഡേറ്റ് ആണ്. കായംകുളത്തിനും ഹരിപ്പാടിനും ഇടയ്ക്കായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിലെ വീഡിയോസാണ്. കുറച്ച് പണികൾ നടന്നിട്ടുണ്ട്, ആ ഒരു ഭാഗത്തെ മാത്രമാണ് കാണിച്ചത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കൂടെ വീഡിയോ എടുക്കാൻ വരുന്ന വണ്ടി ഓടിക്കുന്ന എൻ്റെ സ്വന്തം അളിയന് കൈക്ക് ചെറിയ പരിക്കുണ്ട്. അപ്പം കയ്യിൽ ബാൻഡേജൊക്കെ ഇട്ടേക്കാണ്. കുറച്ച് ദിവസങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് ഇനി ആൾ ഫ്രീ ആവത്തുള്ളൂ. അതുവരെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇനി ഇതേപോലെ കറങ്ങിയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിപ്പാട് ഡയറക്ഷനിലോട്ടുള്ള നോക്കിയത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിപ്പോൾ തിരിഞ്ഞ് നങ്ങ്യാർകുളങ്ങര കവലയിലോട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം കുറേ കൂടി പണി പുരോഗമിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പരിശോധിക്കുമ്പോൾ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നൊരു ഭാഗമാണ് ഈ വലത്തേ സൈഡിൽ ടാർ ചെയ്തിരിക്കുന്ന ഭാഗം. അപ്പോൾ അവിടെ ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണുമ്പം മാക്സിമം ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക. കാരണം ഞാൻ കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കറക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്തെ പുതിയ അപ്ഡേറ്റ്. നേരെ മുമ്പോട്ട് നമ്മൾ നങ്ങ്യാർകുളങ്ങര കവല വരുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ ദാണ്ട് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവിടെ കഴിഞ്ഞ ഭാഗത്ത് ടാറിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നേരെ മുമ്പോട്ട് വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി ഏറ്റവും താഴ്ച ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഗർഡറിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് ബാക്കി തുടങ്ങിയിട്ടുണ്ട്. നേരെ പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് നമ്മുടെ ഒരു ചെറിയൊരു ഫ്ലൈ ഓവറാണ്. അപ്പോൾ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ വലത്തേ സൈഡിലായിട്ടാണ് ഗർഡറുകൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് വർക്കുകൾ കുറച്ച് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഇടതുഭാഗത്തായിട്ടുള്ള 3 തൂണുകളുടെ മുകളിലായിട്ട് തന്നെ ഇനി ഗർഡറുകൾ വെക്കണം. കോൺക്രീറ്റ് ചെയ്യേണ്ട പണികളൊക്കെ നടക്കാനുണ്ട്. ഇവിടെ വലത്തേ സൈഡിൽ കോൺക്രീറ്റ് പണികൾ തുടങ്ങിയിട്ടില്ല. കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ്. പിന്നെ നേരെ മുമ്പോട്ട് പോകുന്നിടത്ത് വലതുഭാഗത്തായിട്ട് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് അവിടെയും വാൾ ബ്ലോക്ക് ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് പൊളിച്ച് മാറ്റാതെ ബാക്കിയുള്ള സർവീസ് റോഡിൻ്റെയും പിന്നെ അപ്രോച്ച് റോഡിൻ്റെയും ഒന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി തുടങ്ങാൻ പോകുന്നില്ല. അപ്പോൾ പൊളിക്കുന്ന പരിപാടി ഇതുവരെയായിട്ടും നങ്ങ്യാർകുളങ്ങര കവലയിലെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഇതിൽ തീരുമാനമായിട്ടില്ലെന്ന് വേണം കരുതാൻ. നമ്മളിപ്പം നേരെ എത്തിയിരിക്കുന്നത് കാഞ്ഞൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. കുറേ കൂടി മുമ്പോട്ട് നങ്ങ്യാർകുളങ്ങര കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഭൂവി കൺവെൻഷൻ സെൻ്ററൊക്കെ കഴിഞ്ഞ് നേരെ മുമ്പോട്ട് വരുന്നിടത്തെ കാഴ്ചകളാണ്. കുറേ കൂടി കായംകുളം ഡയറക്ഷനിലോട്ട് വരുമ്പോൾ ഉള്ള കാഴ്ചകളാണ്. ഈ ഒരു ഭാഗത്തൂടെയൊക്കെ നമ്മൾ അല്ലാതെ വീഡിയോ എടുത്ത് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത്. കുറേ മരങ്ങൾക്കിടയിലൊരു ക്ഷേത്രം. ആറുവരിപ്പാതയുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് മുമ്പേ ഒരുപാട് മരങ്ങളൊക്കെ കൂടുതലുണ്ടായിരുന്ന ഒരു ഭാഗമാണ്. കുറേയൊക്കെ വെട്ടിമാറ്റി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ചൂട് സമയത്തൊക്കെ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തൂടെ പോകുമ്പം പ്രത്യേക ഒരു തണുപ്പാണ്. ആ ഒരു മരങ്ങൾക്കിടയിലൂടെ വരുന്ന സമയത്ത് നല്ലൊരു തണുപ്പ്. ഇപ്പം തണുപ്പൊക്കെ ഉണ്ട്, എന്നാലും നേരത്തെ അത്ര ഇല്ല. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ. അണ്ടർപാസിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി കുറേ കൂടി ബാക്കിയുണ്ട്. ഇതാണ് ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ. ഈ ഒരു ഭാഗത്തെ താഴ്ത്തിയിട്ടുള്ള കാഴ്ചകളിപ്പം കാണിച്ചു തരാം. അതിപ്പം പുറകിന് വരും. എനിക്ക് തോന്നിക്കുന്നത് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതിനേക്കായി കുറച്ചും കൂടെ മണ്ണ് വന്ന് വീണിട്ടുണ്ട്. കുറച്ച് ഭാഗം കൂടി ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. നേരെ ഇനി മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി കഴിഞ്ഞ അപ്പുറത്തെ സൈഡിലായിട്ട് കുറച്ച് ഭാഗം കൂടി ടാറിങ് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇതാണ് കുറച്ചും കൂടെ താഴ്ത്തിയിട്ടുള്ള ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ കാണാൻ നേരത്തെ കുറച്ച് ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക. ഞാൻ ഒറ്റയ്ക്കായിരുന്നു വീഡിയോ എടുക്കാൻ വന്നത്. നമ്മുടെ കൂടെയുള്ള ആളുടെ കൈ ഇനി ശരിയാവുന്നതും വരെ ഇതേപോലുള്ള കാഴ്ചകളായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ആലപ്പുഴ ജില്ലയിലെ ഒരു പ്രാവശ്യം ഞാൻ ഇതേപോലെയൊക്കെ കാണിച്ച് ആർക്കും ഒന്നും മനസ്സിലാക്കാൻ പറ്റാതായിട്ടുണ്ട്. മാക്സിമം ഞാൻ നിങ്ങൾക്കുള്ള ഡയറക്ഷനും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടാണ് പോകുന്നത്. നമ്മളിപ്പം കാഞ്ഞൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് കായംകുളം ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. ഈ ഒരു ഭാഗത്ത് ദാണ്ട് ഇത്രത്തോളം ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേപ്പാട് ഭാഗത്തായിട്ടാണ് വരുന്നത്. NTPC ജംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് നേരെ ചേപ്പാട് ഭാഗത്തോട്ടുള്ള വയഡക്റ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ വന്ന് ഡ്രോൺ ഉയർത്തി കഴിഞ്ഞപ്പോഴാണ് ഇവിടുന്ന് നമ്മൾ നേരെ പടിഞ്ഞാറോട്ട് പോകുന്ന ഒരു ഭാഗത്തായിട്ട് ഏതോ ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൻ്റെ പേരെനിക്കറിയത്തില്ല. ആ ഒരു ഭാഗത്തായിട്ടുള്ള ക്ഷേത്രത്തിലോട്ടുള്ള ഘോഷയാത്രയാണ് ആ സമയത്ത് കടന്നു പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ വീഡിയോ എടുത്ത ദിവസം പറയാൻ മറന്നുപോയി. മാർച്ച് 4, 2026 വൈകുന്നേരം ഏകദേശം ഒരു 4 മണിയൊക്കെ ആയി കാണും.
ആ ഒരു സമയത്താണ് നമ്മൾ വീഡിയോ എടുത്തത്. അപ്പോൾ ഘോഷയാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ഇടതുഭാഗത്തായിട്ടായിരുന്നു DJയും പിന്നെ ബാൻഡ് മേളമൊക്കെ. അത് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടുത്തെ പണിയുടെ കാര്യം പറയാം. ഇടത്തെ സൈഡിൽ കുറച്ചും കൂടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വയഡക്റ്റിൻ്റെ മുകളിൽ ഗർഡർ വെച്ചിരിക്കുന്ന പകുതിയോളം ഭാഗത്തെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇടത്തെ സൈഡിൽ കുറച്ച് ഭാഗത്തുകൂടി പൈലിങ് ചെയ്ത ഭാഗത്ത് ഇനി തൂണുകളൊക്കെ ഉയർന്നു വരാനുണ്ട്. താണ്ട് ഈ ഒരു ഭാഗത്ത് ഇനി പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബാക്കിയായി കിടക്കുകയാണ്. പിന്നെ നേരെ മുമ്പോട്ട് പോകുന്നിടത്തായിട്ടാണ് ഫ്ലൈഓവറിന് വേണ്ടിയിട്ടുള്ള വയഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്നിടത്ത് അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ആറിവാൾ ബ്ലോക്ക് ഉയർത്തി തുടങ്ങുന്ന പണി അവിടെ തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് നാളിന് ശേഷമായിട്ടാണ് ആ ഒരു പണി തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം കാണാൻ പറ്റും. രണ്ട് സൈഡിലുമായിട്ട് കുറച്ച് നീളത്തിലായിട്ട് ആറിവാൾ ബ്ലോക്ക് ഉയർത്തി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു. തിരിച്ചു പോകാൻ നേരത്തെ നേരെ പടിഞ്ഞാറോട്ടുള്ള ചേപ്പാട് നിന്നും പടിഞ്ഞാറോട്ടുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഘോഷയാത്ര നേരെ അമ്പലത്തിലോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചേപ്പാട് ഭാഗത്തെ വയഡക്റ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. തൂണിൻ്റെ മുകളിലായിട്ടുള്ള പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരുപാട് ഇനി പുരോഗമിക്കാനുണ്ട്. നേരെ എത്തിയിരിക്കുന്നത് രാമപുരം ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. രാമപുരം ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. രാമപുരം അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഹരിപ്പാട് ഡയറക്ഷനിലോട്ടാണ് കാണുന്നത്. ഇടത്തെ സൈഡിൽ രാമപുരം സ്കൂള്. ഇനി ഇവിടുന്ന് നേരെ തിരിഞ്ഞിഞ്ഞ് കായംകുളം ഡയറക്ഷനിലോട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ രാമപുരം അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി കുറേ കൂടി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ പണി പുരോഗമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുതലാണ് രണ്ടാമത്തെ ലെയർ ടാറിങ് വർക്കുകൾ, അതായത് ഫൈനൽ ലെയർ ടാറിങ് വർക്കുകൾ വിശ്വസമുദ്രം ഈ ഒരു ഭാഗത്തായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഇവിടുന്ന് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് അതായത് സ്പിന്നിങ് മില്ല്, ആലപ്പുഴ കോഓപ്പറേറ്റീവ് സ്പിന്നിങ് മില്ല്, കരിയിലക്കുളങ്ങര സ്പിന്നിങ് മില്ലിൻ്റെ അടുത്ത് വരെ അവർ ഈ ഇടത്തെ സൈഡിലായിട്ടുള്ള ടാറിങ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് രണ്ടാമത്തെ ഫൈനൽ ലെയർ ടാറിങ് വർക്കുകൾ കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മെഷീനൊക്കെ അങ്ങ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അത് നമ്മുടെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ആ ഒരു ഭാഗത്തെ കാഴ്ചകളുമായിട്ടുള്ള വീഡിയോ അതിൻ്റെ പുറകിന് വരുന്നുണ്ട്. അപ്പോൾ ഇനി വലത്തെ സൈഡിൽ ഇനി അടുത്ത രണ്ടാമത്തെ ഫൈനൽ ലെയർ ടാറിങ് വർക്കുകളൊക്കെ ഇനി നടക്കാനുണ്ട്. നേരത്തെ ഇടത്തെ സൈഡിൽ ഇപ്പോൾ ടാർ ചെയ്ത വശത്തുകൂടിയായിരുന്നു വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പം ഇടതുഭാഗത്തോട്ടുള്ള സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വലത്തെ സൈഡിൽ അങ്ങോട്ട് ഹരിപ്പാട് ഡയറക്ഷനിലോട്ടുള്ള തിരിഞ്ഞു പോകുന്ന വാഹനങ്ങളൊക്കെ ഹരിപ്പാട് ഡയറക്ഷനിലോട്ട് പോകുന്ന വാഹനങ്ങളൊക്കെ വലത്തെ സൈഡിലുള്ള 3 വരി കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇനി പ്രധാന പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി രണ്ടാമത്തെ ലെയർ ടാറിങ് വർക്കുകൾ വലത്തെ സൈഡിൽ പുരോഗമിക്കാനുണ്ട്. ചിലയിടത്തൊക്കെ ക്രാഷ് ബാരിയറുടെ ഗ്യാപ്പുണ്ട്. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് വെക്കേണ്ട പണികളും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കാനുണ്ട്. നേരെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LMX മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ വലിയൊരു ബിൽഡിങ്ങാണ് വലത്തെ സൈഡിൽ കാണുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. വലത്തെ സൈഡിൽ സ്പിന്നിങ് മില്ലിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ഇവിടുന്ന് നമ്മളിനി നേരെ അങ്ങോട്ട് മുമ്പോട്ട് കാണുന്ന കാഴ്ചകൾ ഹരിപ്പാട് ഡയറക്ഷനിലോട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ വരെയാണ് സ്പിന്നിങ് മില്ലിൻ്റെ അടുത്ത് വരെയാണ് രണ്ടാമത്തെ ലെയർ ടാറിങ് വർക്കുകൾ വലത്തെ സൈഡിലായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. അത്യാവശ്യം 1-2 ദിവസങ്ങൾ കൊണ്ടാണ് ഈ ഒരു ടാറിങ് വർക്കുകൾ പൂർത്തിയായതെന്നാണ് തോന്നുന്നത്. നമ്മളൊരു തോട്ടപ്പള്ളിയിലെ വീഡിയോ എടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് കുറച്ച് ദിവസമായി ഈ ഒരു ഭാഗത്തെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ട് എടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് ടാറിങ് വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത്യാവശ്യമായിട്ട് തിരിച്ച് വീട്ടിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അന്ന് വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്തേക്ക് കാഴ്ചകൾ. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ, അതായത് നമ്മുടെ കൊട്ടുകുളങ്ങര ഭാഗത്തായിട്ട്. ഇനി നമ്മൾ കാണുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായംകുളം പാലത്തിൻ്റെ അടുത്തായിട്ടുള്ള ഡയറക്ഷനിലോട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ വന്നപ്പം എനിക്ക് തോന്നിയൊരു എന്തോന്നാണ്, ഇപ്പോൾ വലത്തെ സൈഡിൽ ആ ഒരു ക്രാഷ് ബാരിയറുടെ നിർമ്മാണവും കുറച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കാനുണ്ടായിരുന്നു. ആ ഒരു ഭാഗത്ത് ഇപ്പം മണ്ണിട്ട് ഫില്ല് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് വീതിക്കുറവ് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല പല വഴിക്കു നിന്നുമാണ് വാഹനങ്ങൾ വന്നു പോകുന്നത്. പലയിടത്തോട്ടും പല വഴിയിൽ നിന്നും വന്നു കയറി പോകുന്ന ഒരു സ്ഥലമാണിപ്പം. അതായത് നമ്മൾ MSM കോളേജ് എത്തുന്നതിന് മുമ്പ് ഹരിപ്പാട് നിന്ന് കായംകുളത്തോട്ട് പോകുമ്പോൾ MSM കോളേജ് എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഭാഗത്തെ കാഴ്ചകളാണ്. ഈ ഒരു ഭാഗത്ത് അപകടം ഉണ്ടാവാൻ സാഹചര്യമുള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗത്ത്. ഒരു ചേച്ചിയാണ്ട വലത്തോട്ട് KSRTCയുടെ മുമ്പിലോട്ട് ക്രോസ് ചെയ്ത് പോകുന്നു. ഇപ്പോൾ KSRTCയുടെ പുറകിനുള്ള ഒരു പെട്ടിയാട്ട വലത്തോട്ട് റോങ് ഡയറക്ഷനിലോട്ട് കയറി പോകുന്നു. അങ്ങനെയുള്ളൊരു പരിപാടിയാണ് ഈ ഒരു ഭാഗത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്.
ചിലപ്പോൾ ഒരു വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് ആ ഒരു സ്ഥലം. അപ്പോൾ അത് ആ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പം ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കുക. നമ്മളിപ്പം ONK ജംഗ്ഷനിലായിട്ടാണ് ഉള്ളത്. ONK ജംഗ്ഷനിലുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. നേരെ ഹരിപ്പാട് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. നേരെ നമ്മൾ വലത്തേ സൈഡിൽ കാണുന്നത് MSM കോളേജാണ്. ഇവിടെ ഇപ്പം ഇടത്തേ സൈഡിൽ കുറേ കൂടി സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ട് ഹരിപ്പാട് ഡയറക്ഷനിലോട്ട് പോകുന്ന വാഹനങ്ങൾ ഇടത്തേ സൈഡിൽ കൂടിയാണ് പോകുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞിഞ്ഞി കായംകുളം ഡയറക്ഷനിലോട്ട് പോകും. കായംകുളം പാലത്തിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ MSM കോളേജിൻ്റെ ഫ്രണ്ടിൽ സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. കുറച്ച് അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കായംകുളം പാലത്തിൻ്റെ ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് ONK ജംഗ്ഷനിലെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. കുറേ ലോഡ് മണ്ണ് കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ടുണ്ട്. കുറേ ദിവസങ്ങൾക്ക് മുമ്പേ മണ്ണ് കൊണ്ടുവന്ന് അടിക്കുന്നതിന് വേണ്ടിയിട്ടൊരു വണ്ടി ഇവിടെ മറിഞ്ഞ് കിടക്കുന്നത് കാണാനിടയായി. അപ്പോൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. ONK ജംഗ്ഷൻ കഴിഞ്ഞ് നേരെ കായംകുളം പാലത്തിൻ്റെ അടുത്തായിട്ട് പോവുകയാണ്. വലത്തേ സൈഡിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ വലതുഭാഗത്ത് ഡ്രൈനേജിൻ്റെ പണിയും തുടങ്ങിയിട്ടുണ്ട്. പഴയ പോസ്റ്റ് ഈ ഒരു ഭാഗത്തായിട്ട് നിലവിൽ നിൽപ്പുണ്ട്. അതൊക്കെ ഇനി എടുത്ത് ദൂരെ കളയേണ്ട പണി ബാക്കി കിടക്കുകയാണ്. ഇടത്തേ സൈഡിലായിട്ട് തന്നെ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കായംകുളം പാലത്തിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ. വലതുഭാഗത്തായിട്ടുള്ള സർവീസ് റോഡ് കടന്നു പോകുന്ന പാലത്തിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പം നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിൽ നമ്മുടെ വാഹനങ്ങൾ കടന്നു പോകുന്ന പഴയ പാലം പൊളിക്കാനുള്ള സാധ്യതയില്ല. പൊളിച്ചു മാറ്റി പുതിയതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇല്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്തേക്ക് ഏറ്റവും പുതിയ കാഴ്ചകൾ. നേരെ കാണുന്നിടത്ത് വിശ്വസമുദ്രയുടെ തന്നെ യാർഡാണ് ആ ഒരു ഭാഗത്തായിട്ട് കാണുന്നത്. നമ്മൾ കായംകുളം പാലം കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയൊക്കെ തന്നെ കിടക്കുകയാണ് പണികളൊക്കെ. പിന്നെ ഓച്ചറയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഭാഗത്ത് കുറച്ചും കൂടി സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.